Parle Fab in yummy chocolate and vanilla crème. കൂട്ടുകാരെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വെറുതെ ഇങ്ങനെ ഇരുന്ന് TV കണ്ട സമയം കളയാണ്. ഇന്ന് നിങ്ങൾക്ക് മൂന്നുപേർക്കും വേണ്ടിട്ട് ജോലി ചെയ്യാനായിട്ടാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അറിയോ? പറഞ്ഞോ, നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? വാവ് ഹണി, താങ്ക് യു. പക്ഷെ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ഇപ്പോൾ ചെയ്യേണ്ടതില്ല. ഞാൻ പിന്നീട് പറഞ്ഞോളാം. എനിക്ക് വേഗം ഒരു ബ്രെഡ് എടുത്ത് ജാം പുരട്ടിക്കൊണ്ട് വാ. പിന്നെതാ ഹണിയുടെ ഷൂവും കൂടെ ഒന്ന് പോളിഷ് ചെയ്തേക്ക്. ആയിക്കോട്ടെ. ആദ്യം എന്താ ബ്രെഡ് പോളിഷ് ചെയ്യണം. ഇനി അടുത്തത് എന്താ, രണ്ട് ചെരുപ്പിലും ജാം തേച്ച് വെക്കണം. എന്റെ ഹണി, നീ രണ്ട് കാര്യങ്ങളും കുഴച്ചു കളഞ്ഞല്ലോ. ഒന്നും പറഞ്ഞു മനസ്സിലാക്കണ്ട. ഇവന്റെ തലയിലെ വെറും വൈക്കോൽ തുറു മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ ആരെങ്കിലും വൈക്കോലിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? അയ്യോ, വൈക്കോൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ അതുകൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ വൈക്കോൽ കൊണ്ട് ടിഫിൻ, വൈകിട്ട് സ്നാക്സ്, പിന്നെ രാത്രി വൈക്കോൽ ബിരിയാണിയും. അതിന് ബ്രേക്ക്ഫാസ്റ്റും ടിഫിനും ഒന്നു തന്നെയല്ലേ? അതും രാവിലെ തന്നെ. അയ്യോ ക്ഷമിക്കണം, ദിവസവും ഇങ്ങനെ വൈക്കോൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ബുദ്ധിയും ഇപ്പൊ വൈക്കോൽ പോലെ ആയിരിക്കുകയാണ്. അല്ല, നിങ്ങളൊക്കെ ആരാന്ന് പറഞ്ഞില്ല. പിന്നെ ഇവിടെ എന്താ കാര്യം എന്ന് പറ. പിന്നെ ആരോട് ചോദിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ? എന്തോന്നാ ഈ പിന്നെ 100 ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ഇപ്പോഴും ഉത്തരം ഇങ്ങ് വന്നിട്ടില്ല. നിങ്ങളുടെ കരണക്കുറ്റി കിട്ടും തന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും. എന്തായാലും ഇൻസ്പെക്ടർ പാണ്ഡെ അധികം ചോദ്യം ചോദിക്കാനുള്ള വഴിയില്ല. പോപ്പട്ടെ, നീ ഒന്ന് അടങ്ങ. അല്ല, നിങ്ങളൊക്കെ ആരാണ്? അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. ഞങ്ങൾ നിങ്ങളുടെ പുതിയ അയൽവാസികളാണ്. തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ വീട്. ഇന്നലെ വന്ന് വീട്ടിലോട്ട് കയറിയതേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട്. ജീവനോടെയുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഒരു ബ്രേക്ക് കൊടുക്ക്. ഇങ്ങോട്ട് എന്തിനാ വന്നേന്ന് പറ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പഞ്ചസാര കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കുറച്ച് ചായപ്പൊടി കൂടി കിട്ടോ? പിന്നെ കുറച്ച് പാലും കൂടി കിട്ടോ? ഇതൊക്കെ കഷ്ടപ്പെട്ട് എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? ഇവിടെ നിന്ന് ചായ കുടിച്ചാ പോരെ? നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. ആഹാ, കൊള്ളാം. ചായ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഞങ്ങൾ അതിഥികളായിട്ടല്ല, വീട്ടുകാരായിട്ട് തന്നെ കണ്ടാ മതി. ഞങ്ങൾ ഏതായാലും ഈ വീട് ഞങ്ങളുടേതായിട്ട് തന്നെയാ കാണുന്നത്. അല്ല, നിങ്ങളെന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയി ചിപ്സും മറ്റു പലഹാരങ്ങളൊക്കെ എടുത്തോണ്ട് വന്നേ. ചെല്ല്. അതിഥികളാണ്, നമുക്ക് പോയി എല്ലാം എടുത്തോണ്ട് വരാം. ഈ കപ്പ് ഞാൻ തന്നെ കഴുകി വെച്ചോളാം. അത് വേണ്ട, നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. ഈ കപ്പ് ഞാൻ കഴുകിക്കോളാം. എന്നാ ഈ കപ്പിന്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലെ പാത്രങ്ങൾ കൂടി കഴുകാം. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതുവരെ വാട്ടർ കണക്ഷൻ വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ഏതായാലും കഴുകയല്ലേ, അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പാത്രങ്ങൾ കൂടി കഴുകിയാലെന്താ? ഓ, slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. അയ്യോ പോത്ത സാറ്, സാറിന്റെ ഉടുപ്പൊക്കെ വെള്ളം വീണ് ആകെ നനഞ്ഞു പോയല്ലോ. പിന്നെ ഉടുപ്പ് മൊത്തം നനഞ്ഞെന്നാ ഞാൻ പറഞ്ഞേ. പിന്നെ ദേഹത്താകെ വെള്ളമായെന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ ഓ
നിങ്ങൾ കഴുകി കഴുകി എന്നെ കൂടെ ചേർത്താണല്ലോ കഴുകിയത്. ഇനിയിപ്പോ എന്റെ ഉടുപ്പും കൂടെ കഴുകേണ്ടി വരുമല്ലോ. അയ്യോ, നിങ്ങൾ വാഷിംഗ് മെഷീനിൽ ഏത് സ്വിച്ചാണ് ഓൺ ആക്കിയത്? അയ്യോ അതെ, ഉള്ള തുണിയെല്ലാം കൂടെ കുത്തിക്കയറ്റി മെഷീൻ ഓവർലോഡായി. സംശയമുണ്ടോ? അയൽക്കാരോട് നിങ്ങൾ എല്ലാവരും എന്ത് നന്നായിട്ടാ പെരുമാറുന്നത്. പിന്നെ 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 ഞങ്ങൾ നേരത്തെ താമസിച്ചെടുത്തുണ്ടല്ലോ, അയൽവാസികൾ ഞങ്ങളെ കാണാനേ വരില്ലായിരുന്നു. അതിനെ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് കാട്ടിലാണ്. അവിടെ ഞങ്ങൾക്ക് അയൽവാസികളായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ 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 മാത്രമല്ല വളരെ നിശബ്ദമായിരുന്നു. പിന്നെ 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 മാത്രമല്ല വല്ലാതെ ഒറ്റപ്പെട്ടിരുന്നു. പിന്നെ 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 പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത്? ചായയാണോ കോഫിയാണോ അതോ പോകാനുള്ള ഓട്ടോറിക്ഷയാണോ? ഹണി, ഇത് നമ്മുടെ അതിഥികളാണ്. കാട്ടിലിവർ ഒറ്റയ്ക്കായിരുന്നു. വേറെ എന്തെങ്കിലും വേണോ നിങ്ങൾക്ക്? അത് പിന്നെ എന്റെ ഫോൺ കേടായി പോയി. അതിലാണെങ്കിൽ ആരെയും കിട്ടുന്നുമില്ല. താങ്കളുടെ ഫോണൊന്ന് തരാവോ? കിട്ടിയോ താങ്കൾക്ക്? അതെ, ഒരു ഏറ് കിട്ടി. അടിപൊളി അടിപൊളി. അപ്പോൾ താങ്കൾക്ക് ഫോൺ കിട്ടുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ 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 ഇവിടെ ടോസ്റ്റർ ഉണ്ടോ? എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യണമായിരുന്നു. അതെ പിള്ളേരെ, രാവിലെ ന്യൂസിൽ മഴയെ കുറിച്ച് പറഞ്ഞത് കേട്ടോ? എന്റെ റേഷൻ മൊത്തം തീർന്നു. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ആഹാ, ഇന്നലെ ഞാൻ മൊബൈൽ കുത്തി വെച്ചിട്ടും ഇന്ന് നോക്കിയപ്പോ ബാറ്ററി ലോ. ഇവിടെ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആഹാരം കിട്ടിയല്ലോ. അടി കൈ. അയ്യോ, നിങ്ങളെന്താ ഈ വീടൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നത്? ഇടയ്ക്കൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടൂടെ നിങ്ങൾക്ക്? എന്റെ അമ്മോ, ഇതിന് മാത്രം പാപമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സംശയമുണ്ടോ? പിന്നെ 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 പിന്നെന്തോന്ന് ഹെൽപ്പ് ചെയ്യണോന്ന്? പിന്നെ 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 സഹായിക്കണമെന്നാ പറഞ്ഞത്. പിന്നെ 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 എന്റെ പൊന്നോ വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. എന്റെ പിള്ളേരെ, നിങ്ങളുടെ കാട്കർമ്മയുടെ ഇന്നെങ്ങാനും മീറ്റിംഗ് കഴിഞ്ഞ് വരുവോ? വീടൊന്ന് വൃത്തിയാക്കാറുണ്ട്. എനിക്ക് ആ മോർഫോൺ തരുവോ? കന്ന സാറേ, ഒരല്പം കാത്തിരുന്നാൽ തന്നേക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. 2 അതിഥികൾ വന്നിരുന്നു. അവർ ഈ വീട് മുഴുവൻ ചവറാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. എന്റെ പിള്ളേരെ, നിങ്ങൾ പറഞ്ഞത് ഒരു കാളച്ചേട്ടനെയും പശുപത്രിയെയും കുറിച്ചാണോ? ആ, അവർ രണ്ടുപേരും തന്നെ ആയിരുന്നു. അല്ല, അത് സാറിന് എങ്ങനെ അറിയാം? അവര് രാവിലെ എന്റെ വീട്ടിലും വന്നായിരുന്നു. വീട് ആകെ നാശാക്കിയിട്ടാ പോയത്. കൂട്ടുകാരെ, ഇവർ അതിഥികളാണോ തട്ടിപ്പുകാരാണോ? ആദ്യം കന്നാസാറിന്റെ വീട്ടിൽ, പിന്നെ നമ്മുടെ വീട്ടിൽ, നാളെ മറ്റൊരു വീട്ടിലായിരിക്കും ചെല്ലുന്നത്. നല്ല അതിഥികളാവേണ്ടത് എങ്ങനെയെന്ന് ഇവരെ പഠിപ്പിക്കേണ്ടി വരും. എന്നാ പിന്നെ നമുക്ക് അതിഥികളാവാൻ പഠിപ്പിക്കുന്ന സ്കൂള് തുറക്കാൻ കൊച്ചലിയ. വേണ്ട, അവരുടെ വഴിക്ക് തന്നെ പോയി പിടിക്കാം. ഐഡിയ. പിന്നെ 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 നിങ്ങളെന്താ പെട്ടെന്ന് കയറി വന്നത്? ഞങ്ങൾ അതിഥികളല്ലേ, ഞങ്ങളുടെ വീടാണെന്ന് കരുതി തന്നെയാ വന്നേ. അയ്യോ, ഇവരുടെ വീടാകെ വൃത്തിയായിട്ട് കിടക്കുവാണല്ലോ. പേടിക്കണ്ട, ഞങ്ങൾ വൃത്തിയാക്കി തരാം. സത്യത്തിൽ നിങ്ങൾ എത്ര നല്ല അയൽവാസികളാണ്. ടിവിയും ലാപ്ടോപ്പും ഫോണും എല്ലാം വൃത്തികേടാണ്. ഇതെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയെടുക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, വാഷിംഗ് മെഷീനകത്ത് ഇടല്ലേ, വേണ്ട. പറ, ഇതും അങ്ങോട്ട് ഇടട്ടെ. നിങ്ങളുടെ ഈ ഫോണും വെള്ളത്തിലിട്ടാലേ നന്നായി വൃത്തിയായി കിട്ടും. അയ്യോ അയ്യോ വേണ്ട വേണ്ട വേണ്ട, ആ മൊബൈൽ വെള്ളത്തിലേക്ക് ഇടല്ലേ. ഈ വീടിന്റെ ഡിസൈനും അത്ര പോരാ, ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. എന്തിനാ വെറുതെ ചോദിച്ച് സമയം കളയുന്നത്? നമ്മുടെ അതിഥികളാണല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഈ മേശ മാറ്റി നമുക്ക് ഇവിടെ ബെഡ് എടുത്തിടാം. അല്ലെങ്കിൽ ഇവിടുന്ന് ബെഡ് എടുത്ത് ആ അലമാര മാറ്റി നേരെ നിർത്തി വെക്കാം. പിന്നെ ഉറങ്ങിക്കൊണ്ട് നിൽക്കുവാണോ നിന്നുറങ്ങുവാണോ എന്നൊന്നും മനസ്സിലാവില്ല. ആകെ മൊത്തം നല്ല രസമായിരിക്കും. പറയുന്നേ, അങ്ങനെ ചെയ്യട്ടെ. അയ്യോ വേണ്ടേ, അങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ. കൂട്ടുകാരെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആണോ? എന്നാ വേഗം വാ. ആഹാ.
അയ്യോ, അതിഥികളായിട്ട് വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ? അതിഥികൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അതിഥികൾക്ക് കുറച്ച് വിനയവും വിവേകവും അത്യാവശ്യമാണ്. പിന്നെ 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 ഓ അവർക്ക് ചില ചുമതലകളും ഉണ്ട്. പിന്നെ 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 എത്തിക്സും അത്യാവശ്യമാണ്. സ്വന്തമായിട്ടൊരു അനുഭവം കിട്ടിയപ്പോ അതിഥികളെ എത്തിക്സ് പഠിപ്പിക്കുകയാണോ നിങ്ങള്? മറ്റുള്ളവരുടെ വീട്ടിൽ പോയി തോന്നിയസം കാണിക്കുമ്പോ അത് എത്തിക്സ് അല്ലേ? അയ്യോ, നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, മാപ്പാക്കണം പ്ലീസ്. അതിഥികൾ പാലിക്കേണ്ട മര്യാദകൾ എന്തെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്യാൻ പാടില്ലാന്ന് നിങ്ങൾ എനിക്കിന്ന് വ്യക്തമാക്കി തന്നു. നീ എന്തെങ്കിലും വാ തുറന്ന് പറ. പിന്നെ 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 ഇനി ഞങ്ങൾ അതിഥികളായിട്ട് വന്ന അവസരം മുതലെടുക്കില്ല. പകരം നല്ല അയൽവാസികളായി നിന്ന് എല്ലാവരുടെയും ആതിഥ്യം സ്വീകരിക്കും. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസവും 100 ബർഗറും പിന്നെ 200 പിസയും വാങ്ങിക്കൊണ്ട് വരേണ്ടി വരും. മനസ്സിലായോ? 100 ബർഗറും പിന്നെ പിന്നെ 200 പിസയോ? എന്റെ അമ്മ, ഞാനൊരു തമാശ പറഞ്ഞതാണ്. തമാശ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വരുന്ന അതിഥികളെ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നേ.